ആദ്യം മോഹൻകുമാറിലേക്ക്. മോഹൻകുമാർ, നമ്മുടെ സംസ്ഥാനം 16-ാം ധനകാര്യ കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, അത് എത്രമാത്രം ന്യായമാണ്? അത് എത്രമാത്രം പരിഗണിക്കപ്പെടേണ്ടതാണ്? ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 15-ാം ധനകാര്യ കമ്മീഷൻ കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് അനീതി പുലർത്തി എന്ന് ധനകാര്യ കമ്മീഷൻ 16-ാം ധനകാര്യ കമ്മീഷന് തന്നെ ഒരഭിപ്രായമുണ്ട് എന്നാണ് കഴിഞ്ഞ മാസത്തിൽ ഇവിടെ നടന്ന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ സമ്മതിച്ചത്. എന്താണ് ധനകാര്യ കമ്മീഷൻ 16-ാം ധനകാര്യ കമ്മീഷനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്? ഇതിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത് 6 ഘടകങ്ങളുടെ 2 തരത്തിലാണ് സംസ്ഥാന രാജ്യത്ത് ഉണ്ടാകുന്ന വരുമാനം, നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ വീതം വയ്ക്കുന്നത്. അതിന് വെർട്ടിക്കൽ ഡിവല്യൂഷൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ, ഇങ്ങനെ സംസ്ഥാനങ്ങൾക്കായി മാറ്റിവെച്ച തുക സംസ്ഥാനങ്ങൾക്കിടയിൽ ഏത് തരത്തിലാണ് വിഭജിക്കേണ്ടതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ 2 കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായ നിലപാട്, അത് കേരള സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിഭജിക്കപ്പെടണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഇവിടെ അനീതി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, കേന്ദ്രം സർക്കാർ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി വരുമാനത്തിൻ്റെ 38% സംസ്ഥാന സർക്കാരുകൾക്കായി മാറ്റിവെക്കുന്നതെന്നും, എന്നാൽ ഇന്ത്യയിലെ മൊത്തം വികസന ചെലവിൻ്റെ 62% സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നതെന്നും 15-ാം ധനകാര്യ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 14-ാം ധനകാര്യ കമ്മീഷൻ രാജ്യത്ത് പിരിച്ചെടുക്കുന്ന നികുതി വരുമാനത്തിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കണമെന്ന് അവകാശപ്പെട്ടപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷൻ ചെയ്തത് അതിൽ നിന്ന് 1% വെട്ടിക്കുറച്ച് 41% ചുരുക്കി. ഈ 41% തന്നെ അനീതിയാണ്. കാരണം രാജ്യത്ത് ചെലവഴിക്കുന്ന മൊത്തം വികസന ചെലവുകളുടെ 62% സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും കുറഞ്ഞത് 50%, രാജ്യത്തുനിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് സംസ്ഥാനങ്ങൾക്കായി വീതിച്ചു കൊടുക്കണമെന്നുള്ള ന്യായമായ ഒരാവശ്യം ഇപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരും അത് അംഗീകരിക്കുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്. നിലവിലിരിക്കുന്ന 6 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി വരുമാനം വീതം വെച്ച് കൊടുക്കുന്നത്, കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷനുകൾ വീതം വെച്ച് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻകം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 100 രൂപ സംസ്ഥാനങ്ങൾക്കായി വീതം വെച്ച് കൊടുക്കുമ്പോൾ അതിൽ 45 രൂപയും വീതം വെച്ച് കൊടുക്കുന്നത് പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതവും, ഏറ്റവും കൂടിയ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ച് വിഹിതമേ നൽകുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ളത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ എടുത്താൽ ഹരിയാനയാണ്. ഹരിയാന കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോഹരി വരുമാനം കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് 1% കുറവ് മാത്രമേ, 1% കുറഞ്ഞ വിഹിതമേ ഇൻകം ഡിസ്റ്റൻസ് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആളോഹരി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 15-ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ചുള്ളൂ. ഇത് വളരെ വലിയൊരു അനീതിയാണ്. ഇങ്ങനെ പറയുന്നതിന് കാരണം, ഒരു സംസ്ഥാനത്തിൻ്റെ ആളോഹരി വരുമാനം കുറവാണെങ്കിൽ ആ സംസ്ഥാനത്തിലെ ആളുകളുടെ വാങ്ങൽ ശേഷിയും കുറവായിരിക്കും. വാങ്ങൽ ശേഷി കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് GST വിഹിതത്തിൽ കിട്ടുന്ന വരുമാനവും കുറവായിരിക്കും. അങ്ങനെ അവർക്ക് വികസന ചെലവുകൾ നടത്താനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്
ആളോഹരി വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ ചെലവ് വഹിക്കണം. പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ചെലവ് വഹിക്കേണ്ടതിൻ്റെ ചുമതല കേന്ദ്ര സർക്കാരിനല്ല, പകരം ഇതുവരെയുള്ള വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും മോഹൻകുമാർ, താങ്കളിലേക്ക് തിരികെ എത്താം.